മഴതോരും മുമ്പയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനു ഫോൺ ചെയ്തിട്ട് രേവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, രേവതിക്കുട്ടി നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഇപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞങ്ങളിതാ ഒരു മരത്തിന് ചുവട്ടിലാണ് മനുവേട്ട, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം, ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, ഞങ്ങളുടെ കൂടെ ഗ്രേസി ആൻറ്റി മാമച്ചായനും എല്ലാവരും ഉണ്ട് എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഇതാ വരുന്നു എന്ന് മനുവും പറയുന്നു. മനു അങ്ങനെ ഇവരെവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കി ഇങ്ങനെ വരികയാണ്. അപ്പോഴേക്കും അലീനയും രേവതിക്കുട്ടിയും കൂടി ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ ചിരിച്ച് കളിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് മനു വരുന്നത്, അലീനെ കാണുന്നത്. ഇതേ രേവതിക്കുട്ടി വരുന്നതാണ് മനുവേട്ടൻ എന്ന് സന്തോഷത്തോടെ ഹായ് എന്ന് പറയുന്നുണ്ട്. അലീന കൈവീശി കാണിക്കുകയാണ് നമ്മുടെ മനുവിന് നേരെ. അപ്പം മനു തിരിച്ചും ഹായ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും മനുവിൻ്റെ ഈ വരവ് കണ്ട് നല്ല സ്റ്റൈലിലാണ് നടന്നു വരുന്നത് മനു. അത് കണ്ടതും രേവതിക്കുട്ടി പറയുന്നുണ്ട്, അലീന ചേച്ചി പറയുന്ന മനുവേട്ടൻ വരുന്ന ആളാണോ? ഒരു ഫിലിം സ്റ്റാറിനെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട്. അങ്ങനെ അലീൻ്റെ അടുത്തേക്ക് അവൻ നടന്ന് എത്തുവാണ്. അങ്ങനെ അലീനെ പരിചയപ്പെടുത്തുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. മനുവിനോട് പറയുന്നുണ്ട്, ഇതാണ് ഞങ്ങളുടെ ഗ്രേസി ആൻറ്റി. അപ്പോൾ ഗുഡ് ഈവനിങ് എന്ന് പറയുകയാണ് മനു. ഇതാണ് എൻ്റെ മാമച്ചായൻ, അപ്പോഴും ഗുഡ് ഈവനിങ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇതാട്ടോ എൻ്റെ രേവതിക്കുട്ടി, എൻ്റെ അനിയത്തി എന്ന് രേവതിക്കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് അലീന പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രേവതിക്കുട്ടി എനിക്ക് മനസ്സിലായി എന്ന് നമ്മുടെ മനുവും പറയുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ കുറുമ്പി പറയുന്നുണ്ട്, എന്താന്നല്ലേ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഉണ്ട്, എനിക്ക് മാത്രം ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഒരു 100 ഗുഡ് ഈവനിങ് എന്ന് മനു താഴ്മയോടെ പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഗ്രേസി ചോദിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് മനുശങ്കർ പറയുന്നുണ്ട്, ഞാനിവിടെ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്, എനിക്കിവിടെ എല്ലാം അറിയാം, ഞാനിവിടെ എല്ലാം വന്നിട്ടുണ്ട്, എനിക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ്. അപ്പോൾ രേവതിക്കുട്ടി വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെല്ലാം ഇവിടേക്ക് കൊണ്ട് നടന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു, അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ്. ഇത് കേട്ടതും രേവതിക്കുട്ടിയും അലീനയൊക്കെ പരസ്പരം നോക്കുകയാണ്. എന്താ വേണ്ടത് എന്ന് ഗ്രേസി ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആൻറ്റി അങ്കിളും തീരുമാനിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അങ്കിള് പറയുന്നുണ്ട്, അതിനെന്താ മോളെ, മനുവിൻ്റെ കൂടെയല്ലേ, നിങ്ങൾ പേരും പോയി എല്ലാം ചുറ്റിക്കണ്ട് കറങ്ങിക്കണ്ട് വായോ, ഞങ്ങളിവിടെ ഇരുന്നോളാം എന്ന് പറയുകയാണ്. അങ്ങനെ അലീനയ്ക്കും രേവതിക്കും വളരെ സന്തോഷമാവുകയാണ്. മനു വരൂ നമുക്ക് പോയി കണ്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് അവരെല്ലായിടത്തും ചുറ്റിക്കറങ്ങി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയാണ് മനു. തുള്ളിച്ചാടി നടക്കുകയാണ് രേവതി അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം തലയിൽ വെക്കുന്ന തൊപ്പി 2 പേർക്കും വാങ്ങിക്കുന്നുണ്ട് രേവതിക്കുട്ടി. അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്നും ചോദിച്ച് വാങ്ങിക്കുന്നത് പോലെയാണ്. അതും എനിക്ക് വേണം, ഇതെനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ അലീന ഓരോ തട്ട് കൊടുക്കുന്നുണ്ട് രേവതിക്കുട്ടിയുടെ കയ്യിൽ. മിണ്ടാതിരിക്കും രേവതിക്കുട്ടി, എന്താ ഇത്, മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ രേവതിക്കുട്ടി സമ്മതിക്കുന്നില്ല, അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം വാങ്ങിച്ച് ഒരു ബീച്ചിനടുത്ത് വന്നിരിക്കുകയാണ് അവർ. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ ഇവരോട് അലീന പറയുന്നുണ്ട്, ഒരാളിങ്ങനെ അത് വേണം ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ പറയാനും മറ്റൊരാളെ വാങ്ങിച്ചു കൊടുക്കാനും എന്താ രേവതിക്കുട്ടി ഇത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് മനു പറയുന്നുണ്ട്, അതിനെന്താ പ്രശ്നം, ഞാൻ അവളെ എൻ്റെ ഒരു അനിയത്തിക്കുട്ടിയെ പോലെ കാണുന്നത്, അവൾക്കൊരു ചേട്ടനില്ലല്ലോ, ആ ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തതെന്ന് പറയുകയാണ്. ഇത് കേട്ടതും അലീന പറയുന്നുണ്ട്, രേവതിക്കുട്ടിക്ക് ഇപ്പോൾ അച്ഛനായി, അമ്മയായി, ഇപ്പോൾ ഒരു ചേട്ടനും കൂടിയായി, എനിക്ക് ആരാ ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ മനുശങ്കർ പറയുന്നുണ്ട്, നിനക്ക് ആരുമില്ലേ, നിനക്ക് ഞാനില്ലേ, നീ എന്നെ നിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ടാവില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ബന്ധങ്ങളുണ്ട് മനുവേട്ട, പിരിയാൻ പറ്റുന്ന ബന്ധങ്ങളും പിരിയാൻ പറ്റാത്ത ബന്ധങ്ങളും ഉണ്ടെന്ന് പെട്ടെന്ന് അലീന പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മനുവേട്ട, ഈ വൈജയന്തി മാഡം ആദ്യം എവിടെയാണ് പഠിച്ചിരുന്നതും ജോലി ചെയ്തിരുന്നതൊക്കെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട്, അത് LKG മുതൽ ഡിഗ്രി വരെ പാലായിൽ തന്നെയാണ് പഠിച്ചത്, അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞതും ആന്ധ്രയിലേക്ക് മറ്റോ പോയി എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അവിടെ ആരാന്ന് ചോദിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ വലിയച്ഛനുണ്ടായിരുന്നു, മിലിറ്ററിയിലായിരുന്നു, ഇപ്പോൾ അവിടെ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ നയിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിരുന്നു ഒരു 2 വർഷത്തോളം, അവിടെയാണ് ടീച്ചറായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അലീന ചോദിക്കുമ്പോൾ അതിനുശേഷം ആൻറ്റി ഇവിടെ വന്നതിന് ശേഷം പഴയ ആൻറ്റിയായിട്ടല്ല തിരിച്ചു വന്നതെന്ന് മനു പറയാണ്. ഇത് കേട്ടത് അലീന പറയുന്നുണ്ട്, എന്താ മനുവേട്ട അങ്ങനെ പറഞ്ഞത്,
പഴയ ആൻറ്റി അല്ലെന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അതെനിക്കറിയത്തില്ല. ഞാൻ അന്ന് ഒരു 4 വയസ്സൊക്കെ എനിക്കുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും പറഞ്ഞു കേട്ട അറിവ് മാത്രമേ എനിക്കുള്ളൂ. അമ്മ പറയുമായിരുന്നു ഈ ആൻറ്റിയുടെ സ്വഭാവം പാവമായിരുന്നു തരെ പണ്ടൊക്കെ. പക്ഷേ ഇവിടെ നിന്നും പോകുന്നത് വരെ ആൻറ്റിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. തിരിച്ചു വരുന്ന സമയത്ത് ആൻറ്റി ആളാകെ മാറിയിരുന്നു, ദേഷ്യക്കാരിയായി മാറിയിരുന്നു എന്ന് പറയാണ്. ഇത് കേട്ടതും അലീന ചോദിക്കുന്നുണ്ട്, അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട്. അതുകൊണ്ട് തന്നെ മനു പറയുന്നുണ്ട്, എൻ്റെ ഒരു ഊഹത്തിൽ ചിലപ്പോൾ ആൻറ്റിക്ക് അവിടെ നിന്നും തിരിച്ച് ജോലി ഉപേക്ഷിച്ച് വരാൻ ഒരു ഇഷ്ടമുണ്ടായിരുന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാത്രിയാവുന്നുണ്ട് അവർ വീട്ടിലെത്തുന്ന സമയത്ത്. എല്ലാവരും വളരെ ക്ഷീണിച്ചിട്ടാണ് വരുന്നത്. രേവതിക്കുട്ടി പെട്ടെന്ന് ഡോറ് തുറന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോഴേക്കും ജോസൂട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജോസൂട്ടിയുടെ കയ്യിൽ തൻ്റെ കയ്യിലുള്ള കവർ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ജോസൂട്ടിയേട്ടാ, ഇത് ഏട്ടനുള്ളതാട്ടോ, ഞാനാ ഇതൊക്കെ ഇവരെ കൊണ്ട് വാങ്ങിപ്പിച്ചതെന്ന് പറയാണ്. അപ്പോൾ ഒരു ജോസൂട്ടി ചോദിക്കുന്നുണ്ട്, ഇത് എന്താ? അത് ജോസൂട്ടി ചായന് കഴിക്കാനുള്ളതാ, പൊറോട്ട, ബീഫ്, ചിക്കൻ എല്ലാം ഉണ്ട്. ഇവരെ ഇത് വാങ്ങിച്ചില്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ട് ഇത് വാങ്ങിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിലേ പുറത്തു പോയി ദോശ തിന്നേണ്ടി വന്നേനെ. അപ്പോൾ താങ്ക് യു രേവതിക്കുട്ടി എന്ന് അവനും പറയുന്നുണ്ട്. അങ്ങനെ അപ്പോഴേക്കും പിറകിൽ നിന്നും നമ്മുടെ ഗ്രേസി ആൻറ്റിയുടെ നിലവിളി കേൾക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടേക്ക് ഓടുക. അപ്പോൾ കയ്യിലൊരു മുറിവാവുകയാണ്. ഡോർ അടയ്ക്കുന്ന സമയത്ത് അതിനിടയിൽ പെട്ടുകൊണ്ട് അങ്ങനെ ഗ്രേസിയായെ താങ്ങി പിടിച്ചുകൊണ്ട് എല്ലാവരും അകത്തേക്ക് കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. പിന്നീട് രാത്രി അലീന ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രേവതിക്കുട്ടി ഓടി വന്ന് അലീനയുടെ മടിയിൽ അങ്ങ് കിടക്കുക. ഓ, എന്താടി ഇത്, എനിക്ക് വേദനിക്കുന്നു എന്ന് പറയാണ്. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതെ, ഇന്ന് ചേച്ചിയെ ഞാൻ ഉറക്കില്ല കേട്ടോ, രാത്രി മുഴുവൻ നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ചേച്ചി അവിടുത്തെ കടപ്പാട്ടൂരിലെ വിശേഷങ്ങളൊക്കെ പറ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതൊക്കെ ഇപ്പോൾ എന്താ പറയാനുള്ളത്? അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, ചേച്ചിക്ക് അവിടെ വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം, പറ ചേച്ചി എന്ന് പറയുമ്പോൾ. അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ, അത് ചേച്ചിയുടെ കണ്ണുകളിൽ നോക്കിയാൽ എനിക്ക് അറിയാൻ പറ്റും. ചേച്ചി പറ ചേച്ചി, ഞാനിന്ന് ഉറങ്ങുന്നില്ല, ചേച്ചിയുടെ വിശേഷങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഞാൻ കിടക്കുകയാണെന്ന് പറയാണ്. നിൻ്റെ ഈ സന്തോഷത്തിനിടയിൽ ഞാൻ എൻ്റെ വിഷമങ്ങൾ പറയണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കെല്ലാം അറിയണം, ഞാൻ ചേച്ചിയുടെ അനിയത്തിയല്ലേ, അതറിയാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് പറയാണ്. അങ്ങനെ അലീന കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം നമ്മുടെ രേവതിക്കുട്ടിയോട് പറയാണ്. കടപ്പാട്ടൂരിലെത്തിയതും വൈജയന്തിയുടെ വീട്ടിൽ ചെന്നതും അന്ന് മുതലേ അവർ അലീനയോട് പെരുമാറുന്ന ഓരോ മോശമായ സംഭവങ്ങളും, ഹരി മര്യാദയില്ലാതെ പെരുമാറിയത്, രോഹിത്ത് മര്യാദയില്ലാതെ പെരുമാറുന്നത്, രോഹിത്ത് അവളുടെ കവിളത്തടിച്ചത് എല്ലാം, ഈ മോതിരം കാണാതായി എന്ന് പറഞ്ഞ് തൻ്റെ ബാഗിൽ നിന്നും എടുത്തതും അവളെ കള്ളിയാക്കിയതും അടക്കം എല്ലാം പറയുന്നുണ്ട്. അത് കേട്ട് പറയുന്ന സമയത്ത് നമ്മുടെ രേവതിക്കുട്ടിയുടെ കണ്ണുകളിൽ നിന്നിങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട്. അത് കണ്ടിട്ട് രേവതിക്കുട്ടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് അലീനയെ. എന്നിട്ട് താനുണ്ട് ചേച്ചിക്ക് എന്നിങ്ങനെ പറയുകയാണ്. സ്വന്തം വീട്ടിലായിട്ട് പോലും ചേച്ചിക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി അലീന പറയുന്നുണ്ട്, എനിക്കറിയാം, അവിടെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ മാത്രമേ എന്നെ കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനെല്ലാം പിടിച്ച് നിൽക്കുവാണ് മോളെ എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അലീന ആൻറ്റി അലീന ചേച്ചി ഇപ്പോൾ മനുച്ചേട്ടനെ കുറിച്ച് ആലോചിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അലീന പറയുന്നുണ്ട്, ഞാൻ ആലോചിച്ചു. അല്ല, എത്ര മിനിറ്റ് ആലോചിച്ചു, അത് ഞാൻ എണ്ണിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ, എനിക്കറിയാം മനുച്ചേട്ടന് ചേച്ചിയോട് ഇഷ്ടമുണ്ട്, ചേച്ചിക്ക് തിരിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ ഒരു കെയർ ടേക്കറല്ലേ, ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടണ്ടേ, എനിക്കും ഇഷ്ടമാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ചേച്ചിയുടെ കസിനല്ലേ, ഇങ്ങോട്ട് വന്നത് തന്നെ നോക്ക്, എന്നെ കാണാനല്ല ചേട്ടൻ വന്നത്, ചേച്ചിയെ കാണാനാ. ഇതിങ്ങനെ പറയുമ്പോൾ അലീനയും പറയുന്നുണ്ട്, എനിക്കറിയാം, അതെല്ലാം അറിയാം, അദ്ദേഹത്തിന് എന്നോട് ഇഷ്ടമുള്ള കാര്യവും എനിക്കറിയാം. പക്ഷെ മോളെ, നമ്മൾ നമ്മുടെ സ്ഥാനത്തിരിക്കണം. അദ്ദേഹം വലിയ ആളാണ്, വലിയ വീട്, ഒരുപാട് ബന്ധുക്കൾ, ഒരുപാട് പണം, ബാങ്ക് ബാലൻസ്, നല്ല വണ്ടി, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി എല്ലാം ഉണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റത്തുള്ളൂ. എനിക്കെന്താ മോളെ ഉള്ളത്? ഞാൻ ഒരു ദരിദ്ര വീട്ടുപണിക്കാരി, എനിക്ക് ആരുമില്ല, സ്വത്തില്ല, പഠിപ്പില്ല, സ്നേഹം, അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ചുരുക്കം പറഞ്ഞാൽ ഞാനൊരു